ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കർക്കിടകം സ്പെഷ്യലായിട്ട് താള് കറിയാണ് ചെയ്യാൻ പോണത്. താളും കപ്പയും കൂടിയാണ് വെക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോഴത്തെ അമ്മയുടെ താള് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്ക് വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും അമ്മ താളെല്ലാം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുത്തു. നല്ലതുപോലെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിഞ്ഞൊന്ന് വരും കേട്ടോ. അപ്പോൾ അത് രണ്ടും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. താളിൽ വെള്ളം ഒഴിക്കുമ്പോൾ അല്പം മാത്രം ചേർത്താൽ മതി. നമ്മുടെ ചേമ്പും തണ്ട് വേവിക്കുന്ന പോലെ തന്നെയാണ് താള് വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതുവരെ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. താളും കപ്പയും നല്ലപോലെ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തത്. അതുപോലെ തന്നെ എരിവിനാശമായിട്ടുള്ള കാന്താരി മുളകും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക്, ചെറുള്ളി, വറ്റൽമുളക് എന്നിവ കൂടി താളിച്ച് ചേർത്താൽ നമ്മുടെ കറി തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.